ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡഗോ ഡയലോഗ്സ്. ഇന്നൊരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു നടന്നത്. ത്രില്ലിംഗ് മാച്ച് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ടേൺ അറൗണ്ട് മാച്ച് ആയിരുന്നു. ലാസ്റ്റ് മൊമെന്റ് വരെ LSC ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു മാച്ച് ഇത്രയും നല്ലൊരു ഇന്നിംഗ്സോടെ അശുതോഷ് ശർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ പഞ്ചാബിൽ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. പഞ്ചാബിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു വൺ സീസൺ വണ്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല പുള്ളിനെ. അത്രയും മാച്ചസ് പുള്ളി ശശാങ്ക് സിംഗും നല്ല രീതിയിലാണ് ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അശുതോഷ് ശർമ്മയും ശശാങ്ക് സിംഗ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെയർ ആയിരുന്നു. അവർ രണ്ടുപേരും തീർച്ചയായും പഞ്ചാബ് റീറ്റെയിൻ ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഫോർ വാട്ട് റീസൺ അവർ അശുതോഷിനെ ഡ്രോപ്പ് ചെയ്തെന്നുള്ള മനസ്സിലാവുന്നത് ഇത്രയും റബ്ബിഷ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ഈവൻ 18 കോടി കൊടുത്താൽ പോലും അത് മുതലായേനെ. കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ചോട് കൂടി റിങ്കു സിംഗിനെ ഹാർദിക് പാണ്ഡ്യയുടെ കൂടെ ഫിനിഷറായിട്ട് വിടുന്ന ഇന്ത്യൻ ടീമിന്റെ T20 സ്ക്വാഡിനെയൊക്കെ നല്ല രീതിയിൽ ഇനി ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ഇന്നിംഗ്സ് ആണ്. IPL ഹിസ്റ്ററിയിൽ തന്നെ കുത്തിവെക്കാൻ പറ്റുന്ന ഒരു ഇന്നിംഗ്സ് ആണ്. ഇനി മുന്നോട്ട് എത്ര സീസൺ നടന്നാലും ഈ ഒരു മാച്ചസ് ഓർമ്മയുണ്ടാവും. കാരണം ഇത് ഒരു വ്യക്തി ഔട്ട് ഓഫ് നോവെയർ വിജയിപ്പിച്ചെന്ന് മാത്രമല്ല, ഒരു വിക്കറ്റാണ് വിജയിച്ചിരിക്കുന്നത്. ഈ ഒരു റണ്ണിന് വിജയിക്കുക, ഒരു വിക്കറ്റിന് ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മാജിക് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും ഇത്. ഇതുപോലുള്ള മത്സരമാണ് നമുക്ക് വേണ്ടത്. മോസ്റ്റ് ഓഫ് യു വിൽ ഡിസഗ്രി വിത്ത് ദിസ്. കാരണം ഇന്നലെ ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും നടന്നൊരു മാച്ചിനെ എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കണ്ടു. മോസ്റ്റ് ഓഫ് ദി ഫാൻസ് അതാണ് അവർക്ക് ഇഷ്ടം എന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിഷ്ടം, എന്നെ പോലൊരു സാധാരണ ഒരു ക്രിക്കറ്റ് ഫാനിന് ഇഷ്ടം ഇതുപോലുള്ള ത്രില്ലിംഗ് മാച്ചസ് ആണ്. ഷിയാവ് എന്ത് തോന്നുന്നു ഇന്നത്തെ മാച്ചിനെ കുറിച്ച്? ഈ IPL ഏറ്റവും മികച്ച മാച്ച് എൻ്റെ ഒപ്പീനിയനിൽ ഇത് നടന്നതിൽ വെച്ചിട്ട് IPL ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. LST ഒരു ഘട്ടത്തിൽ LST പരാജയപ്പെടുന്ന ഞാൻ ഉറപ്പിച്ചതായിരുന്നു. നിക്കോളാസ് പൂരാന്റെ വിക്കറ്റിന് ശേഷം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വന്നു. ഇവൻ 209 എങ്ങനെ ടാർഗറ്റിലോട്ട് വെച്ച് കൊടുത്തെങ്കിൽ പോലും അവർക്ക് JFM എന്നുള്ളൊരു ഒറ്റ പ്ലെയർ മതി സിമ്പിൾ ആയിട്ട് ആ ചേസ് കൊണ്ടുപോകാൻ. പക്ഷെ അവർ 3 വിക്കറ്റ് തുടർച്ചയായിട്ട് വീഴാണ്. അതിന്റെ പിന്നാലെ 8 ഓവർ 110 109 റൺ അങ്ങനെ വിജയിക്കാനുള്ള സമയത്ത് 2 എക്സർജ് സ്റ്റെപ്സ് പോകുമ്പോൾ അവർക്ക് ടാർഗറ്റ് വരുന്നത് ഏകദേശം 100 റൺസിനടുത്ത് 45 ബോളിലെങ്ങാനും ആവശ്യമുണ്ട്. അവിടെ വിബ്രാജ് എന്ന് പറഞ്ഞ തീർത്തും നമുക്കങ്ങനെ പരിചയമില്ലാത്തൊരു പ്ലെയർ അശുതോഷിന്റെ കൂടെ വരികയാണ്. അശുതോഷ് നമുക്ക് പരിചയമായി കഴിഞ്ഞ IPL ക്ലീൻ ഹിറ്ററാണ്, ബോളിനെ ക്ലീൻ ആയിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. ഒരു ശിവൻ ദൂബയുടെ ഒരു വലങ്കയ്യൻ ബാറ്റർ, പക്ഷേ ശിവൻ ദൂബിന് വ്യത്യാസമുള്ളത് കൂട്ടിറക്കി കളിക്കും, അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ ക്ലീൻ ഹിറ്റർ, അയാൾ റിസ്റ്റ് സ്പിന്നർ ആയിട്ടുള്ള ബിഷ്ണോയി ഒക്കെ എന്ത് വൃത്തിക്കാണ് ഹിറ്റ് ചെയ്യുന്നത്. അത് രസമായി കാണാൻ. ബിഷ്ണോയി 2 6 ഒരു 4 അങ്ങനെ അടിച്ച് ഇയാള് ചേസ് ലാസ്റ്റ് വരെ ആ 3 ബാറ്റേഴ്സിനെ അല്ലെങ്കിൽ 4 ബോളേഴ്സിനെ വെച്ചിട്ട് കൊണ്ടുപോയൊരു ചേസ് ത്രില്ലിംഗ് ആയിരുന്നു അവന്. എനിക്ക് തോന്നുന്നു നല്ല വ്യൂസും ലാസ്റ്റ് വെച്ച് കയറി തോന്നുന്നു. ആ ജിയോയിലൊക്കെ ഒരു വ്യൂസിന്റെ വ്യത്യാസം നല്ല രീതിയിൽ വന്നിരുന്നു ആ ഒറ്റ ഇന്നിങ്സ് കൊണ്ട്. ഇയാളുടെ അഭാവം പഞ്ചാബിന് ഇത്തവണ ഉണ്ടാവും. കാരണം ഫിനിഷറായിട്ട് അവർക്ക് ശശാങ്ക് സിംഗ് മാത്രമേ ഉള്ളൂ ഈ സീസണിൽ. പിന്നെ ഗ്ലെൻ മാക്സ്വെൽ ലാസ്റ്റ് പോണ്ടി വരും. എന്തായാലും അശുതോഷ് ശർമ്മയുടെ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. പ്രിൻസ് യാദവിനെയും രവി ബിഷ്ണോയും തുടർച്ചയായിട്ടുള്ള 2 ഓവറുകളിൽ 6ഉം 4ഉം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയ അവസരങ്ങളിലൊക്കെ സിംഗിൾ ഇടാൻ നോക്കുന്നില്ല. ലാസ്റ്റ് ബോൾ സിംഗിൾ ഒന്നുമില്ല, അതൊന്ന് ഡിക്ഷണറിയിലെ അല്ലാതെ 6 അടിക്കുന്നത് അല്ലെങ്കിൽ 4 അടിക്കുന്നത്. ചേസിന്റെ ആ ദൈർഘ്യം ഇങ്ങനെ കുറച്ച് വരികയാണ്. ഞാൻ കരുതി സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ ലാസ്റ്റ് ബോൾ സിംഗിൾ ആയിരിക്കും എന്നുള്ളത്. അയാൾ അടിച്ചു തന്നെയാണ് 4 കറക്റ്റ് ഗ്യാപ്പിലോട്ട് വെച്ച് കൊടുക്കണം 4. പക്ഷെ ആ മോഹിത് ശർമ്മ കാട്ടിയ ബാറ്റിംഗ്, അയാളെ തീരെ ബാറ്റിംഗ് ക്വാളിറ്റി ഇല്ലാത്തൊരു, ആകെ തകർന്നു പോയി. കാരണം ഇയാളത് വിജയിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു മാച്ച് കാണുമ്പോൾ തോറ്റു നിൽക്കുന്ന ഒരു ടീം തിരിച്ചു വരാനുള്ള ഒരു തോട്ട് വരും. അങ്ങനെ ജയിച്ചു കിട്ടുമ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്. അത് ഫേവറേറ്റ് ടീം അല്ലാത്ത മാച്ചുകളെല്ലാം അങ്ങനെ കാണുന്ന ഒരാളാണ്. അത് ഇന്ന് വിജയിക്കണം എന്നുള്ള നിർബന്ധത്തിലാണ് ലാസ്റ്റ് ഓവർ എത്തുന്നത്. മോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ തകർന്നു പോയി. പിന്നെ പന്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഡിഫ്ലക്ട് ബോളാണ് തോന്നുന്നത്. പാഡിൽ തൊട്ടിട്ട് ഡിഫ്ലക്ട് ആയിരുന്നു, കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. സ്റ്റിൽ പന്ത് ട്രൈ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ മത്സരം എന്തൊക്കെ പറഞ്ഞാലും IPL ഒരു ഉത്സവമായിട്ട് കാണുന്ന എന്നെ പോലുള്ള ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിട്ട് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള, ഇനിയും ഇങ്ങനത്തെ മത്സരങ്ങൾ വീണ്ടും വീണ്ടും വരണം. ത്രില്ലിംഗ് ആയിട്ട് ലാസ്റ്റ് ഓവർ വരെ നീണ്ടു നിൽക്കുന്ന മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ അതിരായ റഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതാണ് വേണ്ടത്. എല്ലാവരും ഈ വെറും 4ഉം 6ഉം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ കാണുന്നതിലൊരു ത്രില്ല് ഇല്ലല്ലോ. അശുതോഷ് ശർമ്മ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ട് എനിക്കൊന്നും ഒരുപാടൊന്നും കളിച്ചിട്ടില്ല. ഒരു 31 ബോൾ ഫേസ് ചെയ്തു. അത് 15ാമത്തെ ഓവർ ആ ഒരു ടൈമിലൊക്കെയാണ് ഇറങ്ങുന്നത് പുള്ളി. 66 റൺസാണ് സ്കോർ ചെയ്തത്. ഇത്ര പെട്ടെന്നാണ് പുള്ളി സ്കോർ ചെയ്യുന്നത്. യാതൊരുവിധ ടെൻഷനില്ല, ഒരു വാശി കൂടിയാണ്. വരുന്നു, അടിക്കുന്നു, ജയിക്കാൻ ഉറപ്പിച്ച് ഞാൻ ജയിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശി. വിക്കറ്റ് പോകുന്നൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമേ അല്ല. മത്സരം കഴിഞ്ഞിട്ട് അയാളെ ആറ്റിറ്റ്യൂഡ് കണ്ടിരുന്നോ? ഇങ്ങനെ പിടിച്ചിരുന്നവർ കൈ പിടിച്ചിട്ട് ഇതൊക്കെ ഞാൻ നടത്തി തരില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഇതൊക്കെ സിമ്പിൾ ഇവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, മറ്റേ അക്സറിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ഇത് ഞാൻ നടത്തി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അവസാനത്തെ 11 പന്തിൽ മാത്രം 46 റൺസാണ് അടിച്ചിരിക്കുന്നത്. 11 പന്തിൽ 46 റൺസ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 400 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് വന്നിട്ടുണ്ട്. 20 ബോളിൽ 20 എങ്ങനെ വരുന്നത് സ്കോർ? 6 ബോളിൽ 6 റൺസ് വരെ എത്തിച്ചു. നോക്കുക, 45 പന്തിൽ 97 റൺസ് വേണമായിരുന്നു. 45 പന്തിൽ 97 റൺസ്. അവിടെ നിന്ന് 6 പന്തിൽ 6 വരെ എത്തിച്ചു. ശിവ പറഞ്ഞിട്ട് ലാസ്റ്റ് ബോൾ സിംഗിൾ ഓവർ എടുക്കുന്നില്ല. എന്നിട്ട് മോഹിത് ശർമ്മ ഒരു വിക്കറ്റ്, പുള്ളിയും കൂടി ഔട്ടായി കഴിഞ്ഞാൽ ആ മാച്ച് തോറ്റു. അവിടം വരെ എത്തിച്ചിട്ട് ആ മാച്ച് തോക്കും. സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് 6 അടിക്കാൻ നോക്കുകയാണ്.
ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പന്തിന്റെ ആ ഒരു വെപ്രാളത്തിൽ അത് മിസ്സായി പോയി. പന്തിനെ ആക്ച്വലി കണക്ട് ചെയ്യാൻ പറ്റും പുള്ളിക്ക്, അതൊരു പറ്റുന്നതാണ്. പുള്ളി കണക്ട് ചെയ്യാൻ ആ ഡിഫ്ലക്ഷൻ വന്നതുകൊണ്ടായിരിക്കണം ആ കണക്ട് ചെയ്യാം. പക്ഷെ കണക്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള പന്തൊന്നുമില്ല. കാരണം ഷഹബാസ് അഹമ്മദ് അത്ര ഹൈ സ്പീഡ് ബോളർ ഒന്നുമല്ല. സിയാബ് എവിടെയാ പാളിയതെന്ന് അറിയോ പന്തിനെ? ആ അശുതോഷ് ശർമ്മേന്റെ ഡയറക്റ്റ് ഹിറ്റ് പുള്ളിക്ക് മിസ്സായി. ഔട്ടായെങ്കിൽ പോലും അത് പന്ത് എയിം ചെയ്ത് അശുതോഷിനെ പുറത്താക്കണം. കാരണം അശുതോഷ് ആ ടൈമിൽ പുറത്തായിരുന്നെങ്കിൽ അവിടെ മാച്ച് തീർന്നു. ഒരു 6 ബോളിൽ 6 എന്നുള്ള മാർജിൻ പോലും വരില്ലായിരുന്നു ആ ഒരു ടൈമിൽ. പന്തിന്റെ ഫേസിൽ അത് കറക്റ്റ് ചെയ്യുന്നു. പന്ത് നല്ല രീതിയിൽ പന്ത് മറ്റൊടുത്ത് വിക്കറ്റ് ആയെങ്കിൽ പോലും പന്ത് സംതൃപ്തരല്ലായിരുന്നു. ആ വിക്കറ്റ് മിസ്സായില്ലേ, ആ റൺഔട്ട് മിസ്സാക്കിയല്ലേ. ഭയങ്കര ഹാപ്പി ആയിരുന്നു സഞ്ജീവ് ഗോയങ്കയുടെ ബാറ്റിംഗ് ടൈമിൽ. കാരണം അവർക്ക് ഒരു വിക്കറ്റ് പോയെങ്കിൽ പോലും ഒരു 106 110 റൺസ് ഒരു വിക്കറ്റ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ LSGക്ക്. നല്ല രീതിയിൽ അവർ മുമ്പോട്ട് കൊണ്ടുപോകും, ഒരു 240 എത്തിക്കുന്ന വിചാരിച്ചാണ്. പിന്നെ അവർക്ക് കുറച്ച് വിക്കറ്റ്സ് പോയി. 13 ഓവറിൽ 162 റൺസ്, 2 വിക്കറ്റിന്. അപ്പോൾ ഇവൻ ഗ്രീസിലുണ്ട്, നിക്കോളാസ് പൂരനും പിന്നെ വേറെ ആരോ ഒരാൾ കൂടെ ഗ്രീസിലുണ്ട്. ആ സമയത്ത് 13 ഓവറിൽ 162 പറഞ്ഞാൽ 7 ഓവറിൽ പിന്നീട് 90 അടിച്ചാൽ പോലും 280 കടന്നു. അതെ അതെ അതെ, അവിടുന്നാണ് അവര് ചോക്കായത് ലാസ്റ്റ്. പക്ഷേ LSGയുടെ ബാറ്റിംഗ് ദൗർബല്യം തുറന്നു കാണിച്ചൊരു മാച്ചാണ് അത്. ഡൽഹിയുടെ ബോളിംഗിന്റെ കഴിവാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ ബാറ്റിംഗ് ദൗർബല്യം മുതലെടുത്തത് ഡൽഹി കറക്റ്റ് ആയിട്ട് സ്റ്റാർക്കിനെ കൊണ്ടുവന്ന് കുൽദീപിനെ കൊണ്ടുവന്നു. കുൽദീപ് നല്ല വൃത്തിക്കുന്ന ബോളർ കണ്ടിട്ടുണ്ടോ? കുൽദീപ് നല്ലൊരു ബോളർ തന്നെയാണ്. അത് മെച്ചപ്പെടുത്തി വന്നു. അയാളൊക്കെ തകർന്നു പോയ ബോളറാണ്. ഇന്ത്യൻ ടീമിൽ നിന്നൊക്കെ സിസ്റ്റത്തിൽ നിന്നൊക്കെ പുറത്തു പോയിട്ട് ആള് തിരിച്ചു അയാൾ ഡിപ്രഷനിലൊക്കെ ആയെന്നുള്ളൊരു റൂമർക്ക് കിട്ടിയിരുന്നു. അയാൾ ഇനി ക്രിക്കറ്റ് കളിക്കില്ല എന്നുള്ളതൊക്കെ റൂമേഴ്സ് ആയിരുന്നു, അറിയില്ല. പിന്നീട് അയാൾ സ്പീഡും അയാളെ വേരിയേഷൻസും അയാളുടെ സ്റ്റോക്ക് ബോളിംഗ് ഒക്കെ മാറ്റം വരുത്തിയിട്ട് അയാൾ റിട്ടേൺ വരുന്നത്. അയാൾ നല്ല വൃത്തിക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി വിൻ ചെയ്തു. അതെ, ചാമ്പ്യൻസ് ട്രോഫി വിൻ ചെയ്തു. മിച്ചൽ മാഷിന്റെ ഒരു പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. 36 പന്തിൽ 72 റൺസ്. ഞാൻ ചെയ്തിരുന്നു. ആള് നല്ല ഹിറ്ററാ, ക്ലീൻ ഹിറ്ററാ. പക്ഷെ ആളെ ബാറ്റിങ്ങിന് വേണ്ടി ആൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കുകയാണ്. അയാൾ ബാറ്റിംഗ് മാത്രമേ ചെയ്യുള്ളൂ, ഫീൽഡിംഗും ഇല്ല ബോളിംഗും ഇല്ല. പ്രീവിയിൽ ഓൾറെഡി പറഞ്ഞതല്ല, അവർക്ക് ഓപ്പണിംഗ് പ്ലെയർ ഇല്ല, അത് അവർക്ക് നല്ല രീതിയിൽ ഇതാവും. ഫോറിൻ ബോളർ ഇല്ല, അത് നല്ല രീതിയിൽ അവരുടെ ഡൽഹിയുടെ ബോളിംഗ് എങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെട്ടു അതേപോലെ തന്നെ ഇവരുടെ ബോളിംഗും എക്സ്പോസ് ചെയ്യപ്പെട്ടു. കാരണം ഇവർക്ക് ആരുമില്ല, ബിഷ്ണോയ് മാത്രം ലാസ്റ്റ് ഓപ്ഷൻ. ബിഷ്ണോയ്ക്കടക്കം അശ്നോഷി ഒന്ന് തൂക്കി. രണ്ട് ടീമിലും ബോളിംഗിൽ നല്ല ദൗർബല്യങ്ങളുണ്ട്. ബോളിംഗിൽ മെച്ചപ്പെട്ടുള്ള ടീമുകൾ വളരെ കുറവാണ്. CSK ഫോറിൻ പ്ലേയേഴ്സ് നിരക്കുമ്പോഴെങ്കിൽ ഏറ്റവും മികച്ചൊരു ബോളിംഗ് ഇപ്പൊ CSK ആയിരുന്നു. പക്ഷെ അവർ മാച്ച് തിരിച്ച് കൊണ്ടുവന്നില്ല ഡൽഹി. അതായത് 72 റൺസും 75 റൺസും എടുത്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഇത്രയും ഈ പരിവർത്തനം എനിക്ക് തോന്നുന്നു. മാഷ് പുറത്താവുന്നത് 12ാമത്തെ ഓവറിൽ 4ാമത്തെ പന്തിലാണ് മാഷ് പുറത്താവുന്നത്. ആ സമയത്ത് 133 2 13.4 ഓവറിലാണ് 161 പന്ത് പുറത്താവുന്നത്. പന്ത് ആക്ച്വലി ഇന്നലെ മുംബൈയുടെ റോബിൻ മിൻസ് പോലെയായിരുന്നു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പന്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ റോബിൻ മിൻസിന്റെ ബാറ്റിംഗ് ഉണ്ടായിരുന്നേ. കണ്ട റോബിൻ മിൻസ് പക്ഷെ കുറച്ചുകൂടെ റോ ആയിരുന്നു. കുറച്ച് നല്ല രീതിയിൽ ആളെ കണ്ടത്ത് കളിക്കുന്ന പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, തീരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പന്ത് ലാസ്റ്റ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതുകൊണ്ട് കയറി അടിക്കാൻ നോക്കിയത് കുൽദീപിനെ. ഇന്നലെ ചെന്നൈയുടെ വിക്കറ്റ് എങ്ങനെ പോയ ആ ഒരു രീതിയിലാണ് പന്തിന്റെ വിക്കറ്റും പോകുന്നത്. 6 അടിക്കാൻ നോക്കിയിട്ട്. പക്ഷേ പന്ത് നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അക്സറിന്റെ ഒരു ബ്ലണ്ടർ ആയിരുന്നു സ്റ്റെപ്സിനൊക്കെ നിക്കോളാസ് പൂരന്റെ മുന്നിൽ കൊടുത്തത്. സ്പിന്നർ അവൻക്ക് ഇന്നലത്തെ മാച്ചിൽ മാത്രം നിക്കോളാസ് പൂരൻ ഏഴ് കളിച്ചത് 310 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു സ്പിന്നേഴ്സിനെതിരെ. നിക്കോളാസ് പൂരൻ പേസിനെതിരെ 110. ആ സമയത്ത് ഇവനൊക്കെ ഇട്ടെടുത്തതുള്ള ബ്ലണ്ടർ തീരുമാനമായി അക്സറിന്റെ. ആദ്യത്തെ പന്ത് ഡോട്ടായിരുന്നു, പിന്നീട് കണ്ടിന്യൂസ് 4 6, അവസാനത്തെ പന്ത് 4. LSG ഈ ഒരു ഫോമിലാണ് കളിക്കുന്നതെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് അവരെ കൊണ്ട് ഈ 4 അല്ലെങ്കിൽ 3 പ്ലേയേഴ്സിൽ ഇവൻ മില്ലർ വരെ നല്ല കഷ്ടപ്പെട്ടിരുന്നു. മില്ലർ 17 പന്തിൽ 15, ലാസ്റ്റ് 2 6 ഉണ്ട്. അതും മോഹിത് ശർമ്മ എന്നുള്ള ഓൾറെഡി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബോളർ എറിഞ്ഞേയുമ്പോൾ സ്ലോ ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു വേരിയേഷനും ഇല്ല, ഒരു മാറ്റവും ഇല്ല. ഈവൻ ചെന്നൈക്കെതിരെ ആ ഫൈനലിൽ നല്ല ബോൾ എറിഞ്ഞിട്ട് ലാസ്റ്റ് ബോൾ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഒരു ബോളർ ഇയാൾ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പാടാണ്. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്യും. 74 റൺ അങ്ങനെ മാച്ചിൽ കിട്ടിയത് തോന്നുന്നു. 73 അല്ലേ? 73 റൺ. ആസ്റ്ററും കണക്കാ, മോഹിത്തും കണക്കാ. അശുതോഷ് ശർമ്മ ഇറങ്ങിയത് 7ാമതാണ്. കുറച്ച് ഇതുപോലുള്ള ചേസിലൊക്കെ പുള്ളിനെ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം. സ്റ്റെപ്സ് അത്യാവശ്യം കളിച്ചു. അക്ഷർ പട്ടേൽ 5ാമത് കളിക്കുന്നുണ്ട് കേട്ടോ. 5ാമതായിരിക്കും ത്രൂ ഔട്ട് ദ സീസൺ കളിക്കാൻ പോകുന്നത് മുപ്പര്. കാരണം അശുതോഷും സ്റ്റെപ്സും ഉണ്ടല്ലോ അവർക്ക് ഫിനിഷറായിട്ട് അവരെ ഉദ്ദേശിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ JFM എന്നുള്ളൊരു പ്ലെയർ പവർ പ്ലേ മുതലാക്കാൻ വേണ്ടി മാത്രം ഇറക്കുക. അയാൾ ഫസ്റ്റ് ഓവറിൽ 2ാമത്തെ ഓവറിൽ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അവരെ സ്ട്രഗിൾ ചെയ്യും. പിന്നെ രാഹുൽ ആ വിക്കറ്റ് പോയ രാഹുലിന്റെ കേസ് പറയും വേണ്ട. തനിക്ക് ശേഷം പ്രളയം എന്നുള്ളൊരു മൈൻഡുള്ള പ്ലെയറാണ്. അടക്കിടുന്ന് പവർ പ്ലേ ഡോട്ടാക്കും. ചെന്നൈനെ കടത്തി വിട്ടേണ്ട തുഴയായിരിക്കും. അതേ ഇന്നിങ്സ് ആണ് ഇന്ന് പന്ത് കളിച്ചത്. ഡൽഹിക്ക് വേണ്ടിയിട്ട് പന്ത് ഡെക്കായിട്ടില്ല ക്യാപ്റ്റനായിട്ട്. ഇവർക്ക് പോയപ്പോൾ ഡെക്കായി. രാഹുൽ ഡെക്കായിരുന്നില്ല, രാഹുൽ ഇവിടെ പോയപ്പോൾ ഡെക്കായി. അതേപോലെ രാഹുൽ മെയ്ഡനാക്കിയിരുന്നില്ല പഞ്ചാബിന് വേണ്ടിയിട്ട്, ഇവിടെ പോയപ്പോൾ. അതായത് LSG എന്ന ടീമിന്റെ സെൽസാ ഷാപ്പ് എന്നൊക്കെ പറയില്ലേ. സഞ്ജീവ് ഗോയങ്കയുടെ കൂടെയുള്ള ഒരു എഡിറ്റഡ് പിക്ക് കണ്ടില്ലായിരുന്നു. കറക്റ്റാണ്, സിറ്റുവേഷൻ എല്ലാം സെയിം ആണ്. പന്തിനൊക്കെ അങ്ങനെ ആള് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആള് പെടും. അല്ല, ഇനി ഉണ്ടാവില്ല അത്. കാരണം അന്ന് തന്നെ രാവിലെ വിന്നറെ വിളിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവരത്
റെഡിയാക്കി എടുത്തതാണ്. അതൊരു നിഷ്കുവാണ് രാഹുൽ. പാവം അത് അറിയില്ല. എന്ത് വേണേലും ഓക്കെ. ടീമിന് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങണോ, കീപ്പിംഗ് ചെയ്യണോ, ബാറ്റിംഗ് ഇറങ്ങണോ, ഇനി ഇറങ്ങണ്ടേ അതും ഓക്കെ. ഫീൽഡ് ചെയ്യണോ ചെയ്യാം. ഇയാൾ വെറും നശിക്കുവാണ്. അത് ക്യാപ്റ്റൻ മെറ്റീരിയൽ ഒന്നുമല്ല ആള്. അക്സർ കുറച്ചുകൂടെ രാഹുലിനെക്കാളും ബെറ്റർ ആയിരിക്കും. അക്സർ കുറച്ചുകൂടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷേ എത്രത്തോളം ചേഞ്ചസ് ഇപ്പൊ രോഹിത് ശർമ്മ അല്ലെങ്കിൽ ധോണിയെ പോലെ ഈ ബോളേഴ്സിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഇപ്പം സ്റ്റെപ്സിനൊന്നും ബോൾ കൊടുക്കാനേ പാടില്ല. ഇപ്പൊ പൂറിന്റെ മുന്നിൽ ഇട്ടുകൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതൊക്കെ അനാവശ്യമായത്. പക്ഷെ ആൾക്ക് ചെയ്യാവുന്നത് ലിമിറ്റേഷൻ ഉണ്ട്. അക്സർ വേറൊരു കാര്യം ചെയ്ത് ഇവന്മാരെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്സർ മാറി നിന്ന് എന്നിട്ട് സ്റ്റെപ്സിനിട്ട് കൊടുക്കുന്നത് പാർട്ട് ടൈമറായിട്ടുള്ള ഇവന്മാരെ വിക്കറ്റ് പോയതിനു ശേഷം അക്സർ വരുന്നത്. അശുതോഷ് ശർമ്മയ്ക്ക് ഒറ്റയാൾ ഇന്നിങ്സ് നടത്തേണ്ട ഒരു മാച്ചാണ്. പക്ഷെ അവിടെ വിപ്രസ് നിഗം നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുത്തു. 15 പന്തിൽ 39 റൺസ്. പുള്ളിയാണ് ഇന്ന് ഇലക്ട്രിക് സ്ട്രൈക്കറായിട്ട് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ കുറച്ചു കാലത്തേക്ക് ഇനി ഓർക്കപ്പെടും. ഒരു വിഘ്നേഷ് പുത്തൂർ, വിപ്രസ് നിഗം, ഈ പേരുകളൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. കാരണം അവർ കൊണ്ടുവന്ന ഒരു ഇമ്പാക്ട് ആ മാച്ചിൽ. അശുതോഷ് ശർമ്മ ഡെഫിനറ്റ്ലി ഇനി സ്ട്രേറ്റ് അവേ വാക്കിൻ ആണ് ഇന്ത്യൻ ടീമിലേക്ക്. ഈ ഒരു കൺസിസ്റ്റൻസി തുടരുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഞാനത് കോൺഫിഡൻസോടെ പറയാൻ കാരണം കൺസിസ്റ്റൻസി ഉണ്ട് രണ്ടുപേർക്കും. ശശാങ്ക് സിംഗിനും അശുതോഷ് ശർമ്മയ്ക്കും രണ്ടുപേർക്കും ആ കൺസിസ്റ്റൻസി ഉണ്ട്. എന്ത് കാര്യത്തിലാണ് പഞ്ചാബ് ഇവരെ ഒഴിവാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല അശുതോഷ് ശർമ്മ. ഒരു സംശയമുണ്ട്. 2 അൺക്യാപ്ഡ് പ്ലേയേഴ്സിനെ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന റൂൾ ഉണ്ടായിരുന്നുകൊണ്ട് പ്രാവ് സിമ്രൻ 400+ അടിച്ചത് കാരണമാണ് പ്രാവ് സിമ്രന്റെ കൂടെ പോയത്. കാരണം അവർക്ക് 2 പ്ലേയേഴ്സിനെ നിലനിർത്താൻ ശശാങ്കിനെ വിടാനും പറ്റില്ല. ആ ഒരു പ്രശ്നം കാരണമായിരിക്കണം. അതായിരിക്കണം, ഉറപ്പില്ല. എന്തായാലും ഒരു വണ്ണം തീരുമാനമായിപ്പോയി. അല്ലെങ്കിൽ അവർ തിരിച്ചുപിടിക്കാൻ കേട്ടോ. അവര് പേഴ്സ് മാക്സിമം ഉണ്ടാക്കുക, എന്നിട്ട് ഒരു ടീമിനെ പുതിയ വിളിച്ചെടുക്കുക, എന്നിട്ട് അടുത്ത ലേലം മെഗാ ഓപ്ഷൻ വരുമ്പോൾ പഞ്ചാബ് ഉണ്ടായിരുന്നു 112 ചെയ്യാറുണ്ടായിരുന്നു. 12 കോടിയായിരുന്നു. ചെന്നൈക്ക് 47 ചെയ്യാറോ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഒരു സ്ട്രാറ്റജിയാണ്, ഓപ്ഷന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഡൽഹി പേപ്പറിൽ അത്ര സ്ട്രോങ് ആയി തോന്നുന്നില്ല. പേപ്പറിൽ കണ്ട പോലെ ഒരു സ്ട്രോങ് ആയിട്ട് തോന്നുന്നില്ല ഫീൽഡിൽ. കാരണം അവരുടെ ബൗളിംഗ് ദൗർബല്യങ്ങൾ തുറന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ JFM ഫാഫ് ഇന്ന് ടച്ചിലായിരുന്നു കേട്ടോ. ആൾക്ക് ഇനിയും തിളങ്ങാൻ വരും തോന്നുന്നു. ഞാൻ സൗത്ത് ആഫ്രിക്കൻ ലീഗ് വന്നപ്പോൾ അയാൾ നല്ല പ്രായത്തിന്റെ അവശതകൾ കാണിച്ചിരുന്നു നല്ല രീതിയിൽ. പക്ഷെ ഫീൽഡ് ആയാലും ബാറ്റിംഗ് ആയാലും അയാൾക്ക് ഇപ്പോഴും ഒരു സീസൺ കൂടെ ഒക്കെ കളിക്കാനും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാഫും JFM തിളങ്ങി കഴിഞ്ഞാൽ പിന്നെ അക്സറും സ്റ്റെപ്സും അശുതോഷും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ വിബ്രാജ് എത്രത്തോളം ഫോമാണ്. വിബ്രാജിൽ എന്തായാലും ചിലപ്പോൾ അശുതോഷിന് അത് നേടിയെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു പാർട്ണർഷിപ്പ് എന്തായാലും വേണമായിരുന്നു. അവർ പാർട്ണർഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹാഫൊക്കെ നല്ല അത്ലറ്റ് ആണ്. വിരാട് കോഹ്ലിനെ പോലെ നല്ലൊരു അത്ലറ്റ് ആണ്. ഇംഗ്ലീഷ് എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടോ? അതെ, ഒരു റീച്ച് എന്ന് പറയുന്നത് ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ പോകുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. ഓടി കവർ ചെയ്തിട്ടാണ് ഓരോ ക്യാച്ചസ് ഒക്കെ എടുക്കുന്നത്. ഒരു നല്ലൊരു അത്ലറ്റ് ആണ്. പിന്നെ ഡൽഹിനെ ആക്ച്വലി ഇന്ന് മാച്ചിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് സ്റ്റാർക്കിന്റെ ഒരു ബോളിംഗ് എഫേർട്ടാണ്. എക്സ്പീരിയൻസ് എടുക്കുമല്ലോ. അതെ, 42 റൺസ് കൊടുത്തെങ്കിൽ പോലും 3 വിക്കറ്റ്സ് എടുത്തത്, തിരിച്ചു വന്നത് ഒക്കെ, എസ്പെഷ്യലി നിക്കോളസ് പൂരന്റെ ബൗൾഡ് ആക്കിയത്. അത് അത്യാവശ്യം വിക്കറ്റിൽ അവർ 280 കടന്ന് പോയേനെ. സ്റ്റാർഫിന് ഫസ്റ്റ് 2 ഓവർ മാത്രമേ അടിയിട്ടിട്ടുള്ളൂ, പിന്നെ കിട്ടിയിട്ടില്ല. അത് അയാളുടെ എക്സ്പീരിയൻസ് ആണ് മുതലെടുത്തതെന്നുള്ള. അയാൾക്ക് ഇനിയും അടി കിട്ടും, പക്ഷെ അയാളുടെ എക്സ്പീരിയൻസ് ഡൽഹിക്ക് മുതലാവും അയാളുടെ ഫിറ്റ്നസ് ഉള്ള സ്റ്റാർക്ക് ആണെങ്കിൽ. അപ്പൊ നാളത്തെ മാച്ച് എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും തമ്മിലാണ്. അവരും കൂടി കളിക്കുന്നതോടെ ഈ ടൂർണമെന്റിലെ 10 ടീമും ഓരോരോ മാച്ച് വീതം പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ പോയിന്റ്സ് ടേബിളിന് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. അത് തൊട്ട് നമ്മൾ പോയിന്റ്സ് ടേബിളും കൂടി അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. നാളത്തെ മത്സരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 ഇതുവരെ കളിക്കാത്ത ടീമുകൾ പഞ്ചാബും ഗുജറാത്തും. ഗുജറാത്ത് വീക്കാണ് പേപ്പറിൽ. പഞ്ചാബ് വീക്കാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്ട്രോങ്ങും അല്ല. കാരണം അവർക്ക് പെല്ലസ്റ്റർ പോലെ ഒരു ഓപ്പണിംഗ് ഇഷ്യൂസ് ഉണ്ട്. അവരത് പരിഹരിക്കുമെന്നുള്ളത് കണ്ടറിയണം. ജോഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറെ ആരാണ് പ്രാവ് സിമ്രനൊപ്പം ഓപ്പണിംഗിന് ഇറങ്ങുക എന്നുള്ളത് കണ്ടറിയണം. നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4 മാക്സ്വെൽ, സ്റ്റോയിൻസ്, അയ്യർ, ഈ 3 പേര് 2 പേരായിട്ട് ഇറങ്ങുന്നുണ്ടാവും. മാക്സ്വെല്ലിൽ ഫിനിഷറായിട്ട് ഇറങ്ങേണ്ടി വരും. കാരണം അവർക്ക് ഇപ്പോൾ നിഹാൽ വധേരയും ശശാങ്ക് സിംഗുമാണ് ഫിനിഷറായിട്ടുള്ളത്. അശുതോഷിന് പകരം അവർ കൊണ്ടുവന്നിട്ടുള്ളത് നിഹാൽ വധേര. അവൻ ക്ലീൻ ഹിറ്ററാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററുമാണ്. നെഹാൽ വിദൂരിലേക്ക് എന്താണ് മുംബൈ വിട്ടത്? നിഹാൽ വധേര നല്ല പ്ലെയർ കേട്ടോ. അവർ നിലനിർത്തിയായിട്ട് നമാന്തീറിനെ നിലനിർത്തി. പക്ഷെ നിഹാൽ വധേര നിൽക്കുകയായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു കുറച്ചുകൂടെ. നമാന്തീർ സ്പിന്നർ ആയതുകൊണ്ടാണ് തോന്നുന്നു നിലനിർത്തി. അറിയില്ല എന്താ റീസൺ എന്നുള്ളത്. അവരിപ്പോൾ സ്റ്റെപ്സിനെ വിട്ടുകളഞ്ഞ് പ്രവീസിനെ നിലനിർത്തി. സ്റ്റെപ്സ് അല്ല ഫോമും. പ്രവീസ് ആ ബേബി ആയിട്ട് പ്രവീസ് IPL തന്നെ അല്ല, IPL തന്നെ ഫോം ഔട്ടായി. മുമ്പ് 2 സീസൺ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ 3 സീസൺ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ സമയം പോയി. അത് സ്റ്റെപ്സിനെ നിർത്താണെങ്കിൽ അവർക്ക് നല്ല യൂസ് ചെയ്യുന്നു. കാരണം പൊള്ളാട് പോയതിനു ശേഷം അവർക്കൊരു ക്ലീൻ ഹിറ്റർ ഇല്ലല്ലോ. അതിപ്പാണ്ടി എപ്പോഴും ആ ഒരു പീക്കിലോട്ട് വന്നിട്ടില്ല. അതിപ്പാണ്ടി ഉണ്ടെങ്കിൽ പോലും അയാൾ പീക്കിലല്ല. അപ്പോൾ പീക്കിലോട്ട് വന്നില്ലെങ്കിൽ അവർക്കത് ഉപദ്രവമായിട്ട് മാറും. അവർക്ക് സ്കോർ ചെയ്യാൻ ആൾ വേണ്ടേ ലാസ്റ്റ്. ഞാൻ പറയുന്നു നാളത്തെ മാച്ച് പഞ്ചാബ് ജയിക്കും. കാരണം ശ്രേയസ് അയ്യർ എന്നുള്ളൊരു ക്യാപ്റ്റൻ, ഐ ട്രസ്റ്റ് ഹിം. നോക്കാം, പുള്ളിയുടെ ക്യാപ്റ്റൻസിന് അതൊരു വിഷയമില്ല. മേ ബി പഞ്ചാബ് തോക്കുമായിരിക്കും. പക്ഷേ ആ ടീമിന് ഒരു കപ്പിത്താനുണ്ട് സാർ, ശ്രേയസ് അയ്യർ. ഡൽഹി ഫൈനൽ എത്തിച്ചപ്പോൾ ഡൽഹി വെറുതെ തൂക്കി. ഇതിന് വരെ ഫൈനൽ എത്തിച്ച ആളാണ്. ഡൽഹിനെ ഡൽഹി ഫൈനൽ എത്തിച്ചിട്ട് അടുത്ത സീസണിൽ തൂക്കിയറിയുന്നത് പന്ത് നിർത്തുന്നത്. പന്തിനൊരു എക്സ്പീരിയൻസ് ഇല്ല ക്യാപ്റ്റനായിട്ട്. കൊൽക്കത്തനെ കപ്പ് എടുത്ത് കാണിച്ചപ്പോൾ കൊൽക്കത്തൊക്കെ പൊക്കി അടിച്ച് PR മുന്നിലെത്തിയ ഗംഭീറിനെ. ഈ ക്യാപ്റ്റനൊരു വിലയില്ല, പട്ടി വില.
ക്യാപ്റ്റനെ തട്ടുന്നിട്ട് വെങ്കടേഷ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത വെങ്കടേഷിനെ ഒരു പ്ലാനിലോട്ട് കൊണ്ടുവരുന്നത് ക്യാപ്റ്റനാക്കാതെ. എന്നിട്ട് ആ 25 കോടിക്ക് വിളിച്ചെടുത്തിട്ട് ആ പാവത്തിനെ ക്യാപ്റ്റൻ ആക്കുന്നില്ല. രഹാനെ വെറുതെ കിട്ടിയൊരു പ്ലെയറെ എന്തായാലും ഒരു ബാറ്റർ സ്ലോട്ട് നിന്നിട്ട് രഹാനെ ക്യാപ്റ്റൻ ആക്കുന്നത്, ബാറ്ററായിട്ട് ഇറക്കുന്നത്, അല്ലെങ്കിൽ മനീഷ് പാണ്ഡ്യനെ ഇറക്കേണ്ടി വരുന്നത്. ഇവരെ കൊണ്ട് വെങ്കടേഷിനെ കുറ്റം പറയല്ലോ. വെങ്കടേഷ് ഫീൽഡിൽ വൻ മോശമാണ്. പിന്നെ ആ ബോളിങ്ങിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. അങ്ങനത്തെ ഒരു പ്ലെയർ എന്തിനാ ഫീൽഡിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങാൻ കുഴപ്പമില്ല. അവനെ ക്യാപ്റ്റനാക്കാൻ നോക്കിയിരുന്നത്. സോ ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് GT വേഴ്സസ് പഞ്ചാബ് കിങ്സ് ആണ്. ഐ എം ഗോയിങ് വിത്ത് പഞ്ചാബ് വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിയാബ് എന്താ പറയുന്നത്? ഞാൻ പഞ്ചാബിന്റെ കൂടെ തന്നെ. പഞ്ചാബിന്റെ കൂടെ GT വിജയിക്കണമെങ്കിൽ ശുഭ്മാൻ ഗില്ലും ബട്ട്ലറും നല്ലൊരു സ്റ്റാർട്ട് എടുക്കണം. പിന്നെ മിഡിൽ ഓർഡർ വൻ ഷോക്കാണ് അവരുടെ. ഗ്ലെൻ ഫിലിപ്സും കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് പ്ലേയേഴ്സും. അവര് പണ്ട് ജഡേജനെ കളിയാക്കിയിരുന്ന പോലെ ഗ്ലെൻ ഫിലിപ്സ് പോലും ഇന്ത്യയിൽ മോശം റെക്കോർഡുള്ള പ്ലെയറാണ്. അയാളെ ഇങ്ങനെ ഫോം ആവുന്നുള്ളത് കണ്ടാകണം. ഞാൻ പഞ്ചാബിന്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. സോ രണ്ടുപേരും പഞ്ചാബ് വിജയിക്കുന്നതാണ് പറയുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റിവ്യൂ പാർട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.